തുടർന്ന് അഫാൻ കൃത്യമായ ആസൂത്രണത്തിലൂടെ ഇടപെട്ട് കൂടെ കൂടിയ തൻ്റെ പ്രണയിനി ഫർസാനെ തൻ്റെ മാതാവ് ഷെമിക്ക് ഫർസാനെ കാണണമെന്ന ആഗ്രഹം പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഹലോ, എന്താ നീ ഇപ്പൊ തന്നെ വീട് നിറങ്ങണം. ഉമ്മയ്ക്ക് നിന്നെ കാണണം. ഉമ്മയ്ക്കോ? ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. ശരി ശരി, വേഗം തന്നെ ഇറങ്ങാം. ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിറങ്ങാം. ഒട്ടും സമയമില്ല, വേഗം തന്നെ ഇറങ്ങാം. ഓക്കെ. അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവൻ വിളിക്കുന്നത് കൊല്ലാനാണെന്ന്. ഇതേസമയം സ്കൂൾ വിട്ടു വന്ന തൻ്റെ കൂടപ്പിറപ്പിനെ കുഴിമന്തി വാങ്ങാൻ പറഞ്ഞു വിട്ടു. അനുജൻ പോയ സമയം കൊണ്ട് ഫർസാനയോട് താൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ആ ചോദ്യത്തിന് അവൻ ചുറ്റിക കൊണ്ടാണ് മറുപടി പറഞ്ഞത്. ചുറ്റിക കൊണ്ട് ഫർസാനയുടെ മുഖം ആദ്യം വികൃതമാക്കി അഫാൻ കൊന്നു. എന്നിട്ട് മനസ്സ് മരവിക്കാതെ അഫാൻ എന്ന കാട്ടുമൃഗം തൻ്റെ ചുറ്റിക നിലത്ത് വെച്ചത് ഒപ്പം ജീവിച്ച് കളിച്ചു വളർന്ന തൻ്റെ അനുജനെ ഇഷ്ട വിഭവം പോലും കഴിക്കാൻ സമ്മതിക്കാതെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടാണ്.